റീസെന്റ് ആയിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായ ഒരു അടിപൊളി മലയാളം വെബ് സീരീസ് ആണ് ഈ ഒരു ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. നീരജ് മാധവും അജു വർഗീസും ഗൗരി ജി കിഷനൊക്കെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഒരു അടിപൊളി സീരീസ്. സോ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്ലൈസ് ഓഫ് കോമഡി ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സീക്വൻസുകൾ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. കൂടുതലും റിയാലിറ്റി സംസാരിക്കുന്ന ഒരു സീരീസ് ആണ്. അതാണ് ഈ ഒരു സീരീസിന്റെ പ്രധാന ഹൈലൈറ്റ്. സീരീസിന്റെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുബായിൽ ജോലി ചെയ്യുന്ന നായകൻ, അദ്ദേഹത്തിന് അവിടെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ, നാട്ടിൽ നടക്കുന്ന ആ ഒരു വീട് പണി എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെയിൻ എയിം. അതിനുവേണ്ടിയാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നത് തന്നെ. പക്ഷെ അദ്ദേഹത്തിന്റെ ജോലിക്ക് തന്നെ ഒരു ഭീഷണി വരുമ്പോൾ അദ്ദേഹം നാട്ടിലോട്ട് വരേണ്ടി വരുന്നു. അവിടെ എത്തുമ്പോൾ അദ്ദേഹം കംപ്ലീറ്റ്ലി പെട്ടുപോവുകയാണ്. സോ എങ്ങനെയാണ് ഇതൊക്കെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. വളരെ നല്ലൊരു സ്റ്റോറിയാണ് ഈ ഒരു സീരീസ് ഓഫർ ചെയ്യുന്നത്. കൂടുതലും റിയാലിറ്റി സംസാരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതിന്റെ കൂടെ തന്നെ വിഷ്ണു രാഘവന്റെ ഒരു അടിപൊളി മേക്കിങ്ങും ഈ സീരീസ് ഓഫർ ചെയ്യുന്നുണ്ട്. വാഷിയുടെ ഡയറക്ടറായിരുന്നു വിഷ്ണു രാഘവ്. ടൊവിനോയും അതുപോലെ കീർത്തി സുരേഷും മെയിൻ റോൾസിൽ നിന്ന ആ ഒരു സിനിമയുടെ. സോ അതിനേക്കാളൊക്കെ ഒരു ബെറ്റർ ഔട്ട്പുട്ട് നൽകുന്ന ഒരു സീരീസ് ആണിത്. സോ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീരീസിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അജു വർഗീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ അതേമല്ലാതെ വേറെ ആര് ചെയ്താലും വർക്കൗട്ട് ആവുമോ എന്നുള്ളൊരു സംശയം തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു പെർഫോമൻസ് വന്നിരിക്കുന്നത്. അത് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ ഒരു സീരീസിലെ മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നീരജ് മാധവ് ആണെങ്കിലും ഗൗരി ജി കിഷൻ ആണെങ്കിലും ആനന്ദ് മന്മഥൻ ആണെങ്കിലും അതുപോലെ തന്നെ കിരൺ പീതാംബരൻ ആണെങ്കിലും എല്ലാവരും തന്നെ കിഡിലിനായിട്ടാണ് ആ ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അജു വർഗീസിന്റെ അമ്മയുടെ ഒക്കെ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് വളരെ നല്ലൊരു ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആണിത്. ഈ സീരീസിന്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് നറേഷൻ എന്ന രീതിയിൽ ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. വിനീതിന്റെ സൗണ്ടിൽ പറയുന്ന ഒരു സംഭവം ചിലയിടങ്ങളിലൊക്കെ ഭയങ്കരമായി വർക്കൗട്ട് ആവുന്നുണ്ട്. അത് പക്ഷെ ചിലയിടങ്ങളിൽ ഈ ഒരു വിനീതിന്റെ സൗണ്ട് വരുമ്പോൾ ചിലപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നും. അതാണ് ഈ ഒരു സീരീസിന്റെ ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. എല്ലാം കൊണ്ട് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് വന്ന ഒരു സീരീസ് ആണ്. 6 എപ്പിസോഡ് മാത്രം നീളമുള്ള ഒരു സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. എല്ലാ എപ്പിസോഡും 30 മിനിറ്റ് ആണ് നീളമുള്ളത്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.